അള്ളാഹുവിന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഒരു മുഅ്മിനായ മനുഷ്യന് നൽകപ്പെടുമ്പോൾ അതിലെ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടുത്താതെ അവന്റെ ജീവിതത്തിലേക്ക് കൃത്യമായി പ്രവർത്തിച്ച് പുണ്യം നേടുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ പരിശുദ്ധമായ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്, ഒരു പുണ്യമാണ് കുളിക്കുക എന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം കുളിക്കാത്തൊരു മനുഷ്യനെ പലപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ആൾക്കാർ ആക്ഷേപിക്കാറുണ്ട്. വെള്ളിയാഴ്ച പോലും തലകുളിക്കാത്ത മനുഷ്യനാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു രീതിയൊക്കെ നമുക്കിടയിലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിച്ച ഒരു പുണ്യമാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ മനിഖ്തസല യൗമൽ ജുമുഅ, ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി കുളിച്ചാൽ കുഫിറത് ലഹു ദുനൂബഹു, അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമത്രേ. വഖതായാഹു കുഫിറത് ലഹു ദുനൂബഹു വഖതായാഹു, ആ കുളിയുടെ പേരിൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമസ്കാരത്തിനു വേണ്ടി കുളിച്ച് അവൻ കൃത്യമായി പള്ളിയിലേക്ക് ഒന്ന് കടന്നു വരുമ്പോ വഇദാ അഖദ ഫിൽ മശീലൽ ജുമുഅ, ജുമുഅയ്ക്ക് വേണ്ടി അവൻ കടന്ന് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഫലഹു ലികുല്ലി ഖത്വത്തിൻ അമലു 20 സന, അവൻ കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ കാൽ ചുവട്ടടിക്കും 20 വർഷത്തിന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമത്രേ. എത്രയോ കാലമായി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കടന്നു വരുന്നു അല്ലെ, കുളിച്ച് ശുദ്ധമായി. അതിന്റെ പ്രതിഫലം നമുക്കറിയാമായിരുന്നു. വെള്ളിയാഴ്ച കുളിച്ച് പള്ളിയിലേക്ക് നടന്നു വരുന്ന ഒരു മനുഷ്യന്റെ കാൽ ചുവട്ടടിക്ക്, ഒരു കാൽ ചുവട്ടടിക്കാണ് നാം എത്രയോ നമ്മുടെ വീട്ടിൽ നിന്നും എത്രയോ കിലോമീറ്റർ ഈ പള്ളിയിലേക്ക് ഒരു പക്ഷെ ഉണ്ടാകും. ഇപ്പോഴൊക്കെ നടന്ന് നാം വരുന്നുണ്ട്, അല്ലെങ്കിൽ വാഹനത്തിൽ വന്ന് നാം നടന്ന് പിന്നെ വാഹനത്തിൽ ഇറങ്ങി പള്ളിയിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ഏതായാലും നമ്മുടെ കാൽ ചുവട്ടടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം, ഒരു കാൽ ചുവട്ടടിക്ക് 20 വർഷത്തിന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി കൊടുക്കും അത്രേ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദുആ നമസ്കാരം കഴിഞ്ഞ് ഫഇദാ ഫറഗ മിനൽ ജുമുഅ, അവൻ പുണ്യങ്ങളെല്ലാം നേടിയിട്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച നമസ്കാരം, ആ വെള്ളിയാഴ്ചയുടെ നമസ്കാരം കഴിഞ്ഞ് അവൻ കടന്നു പോകുമ്പോ അവൻ പരിപൂർണമായ സുഹൃതവാന്മാരായ കൂട്ടത്തിൽ അവൻ കടന്നു പോയിട്ട് അല്ലാഹു തആല അവന് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉജീസ ബിഅമലി മിഅത്തൈ സന, കൃത്യമായി പള്ളിയിലേക്ക് വന്നു, നമസ്കരിച്ചു, ഖുത്ബ കേട്ടു, നമസ്കാരത്തിൽ പങ്കെടുത്തു, പുണ്യങ്ങളൊക്കെ നേടി. അവൻ ജുമുഅ നമസ്കാരം കഴിഞ്ഞു തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലേക്ക് പോകുന്ന മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്നത് മിഅത്തൈ സന, 200 വർഷത്തിന്റെ പ്രതിഫലം. 200 വർഷം നമുക്ക് കേവലം 50, 20, 25 അല്ലെങ്കിൽ 40, 70, 100-നകത്ത് ആയുസ് നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഏതായാലും അല്ലാഹു തആല അവനെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ജുമുഅയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി പള്ളിയിലേക്ക് വന്ന് സുഹൃതം ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല നൽകുന്നത് മിഅത്തൈ സന, 200 വർഷത്തിന് അവൻ ചെയ്ത നന്മയുടെ പ്രതിഫലം പോലെ അല്ലാഹു തആല പ്രതിഫലം നൽകും. വെള്ളിയാഴ്ച ചെയ്യുന്ന ഒരു അമലും അല്ലാഹു വെറുതെ നഷ്ടപ്പെടുത്തില്ല. ഇതൊരു സുന്നത്തായ കുളിയുടെ കാര്യം, അത് തുടങ്ങിയതാണ് നമ്മുടെ വിഷയം. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളി, ഈ സുന്നത്തായ കുളിക്കേക്കാളും ഏറ്റവും കൂടുതൽ പുണ്യമുണ്ട് നീ ഫർളായ കുളിക്ക്. അതെങ്ങനെ ഉസ്താദെ പിന്നെ ഫർളായ കുളി? ഫർളായ കുളി നിർബന്ധമായി കുളിക്കണമല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ അയഅ്ജസു അഹദുകും അയുജാമിഅ അഹ്ലഹു ഫീ കുല്ലി ലൈല, പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവുണ്ടല്ലോ, ആ വെള്ളിയാഴ്ചയുടെ രാവിൽ കൃത്യമായ ഇബാദത്തിന്റെ പുണ്യമുള്ള ഒരു പ്രതിഫലം പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ അയഅ്ജിസു അഹദുകും, നിങ്ങൾ ഓരോരുത്തരും അശക്തന്മാരാണോ? അയുജാമി അഹ്ലഹു ഫീ കുല്ലി ലൈല,
എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം നടക്കട്ടെ സ്വഹാബ. നിങ്ങൾ അതിൽ അശക്തരാണോ സ്വഹാബത്തെ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് അങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യന് 2 പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ശ്രേഷ്ഠമാണ്. എന്തുസ്താദ് നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കും. പഠിക്കുക നിങ്ങൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു കാര്യം മനസ്സിലാക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലഹു അജ്റൈൻ. ആ മനുഷ്യന് വെള്ളിയാഴ്ച രാവിൽ തന്റെ ഭാര്യയുമായി ഇണചേരുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം അജ്റൈൻ, 2 പ്രതിഫലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അജ്റു ഗസ്ലിഹി, ഒന്ന് അവൻ കുളിച്ചതിന്റെ പ്രതിഫലമാണ്. വ അജ്റു ഗസ്ലി ഇംറതിഹി, രണ്ടാമത്തെ പ്രതിഫലം ഏതെന്നറിയോ? തന്റെ ഭാര്യയെ കുളിപ്പിച്ചതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം. തന്റെ ഭാര്യയെ കുളി നിർബന്ധമാക്കിയപ്പോൾ അവൾ കുളിച്ചു, അതിന്റെ പ്രതിഫലം കൂടി ഭർത്താവിന് കിട്ടുമത്രേ. അങ്ങനെ 2 പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ സുന്നത്തായ കുളിയേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രതിഫലാർഹവുമായ കുളി വെള്ളിയാഴ്ചയുടെ ഫർളായ കുളിയും കൂടിയുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ഫർളായ കുളി നിർബന്ധമായവര് സുന്നത്തിന്റെ നിയത്തും വെച്ചിട്ട് സുന്നത്തായ കുളിയും നിർവഹിച്ച് പള്ളിയിലേക്ക് വന്നാൽ അവൻ ചെയ്യുന്ന ഇബാദത്തെല്ലാം ഹറാമാണ്. കാരണം വലിയ ശുദ്ധി ഉള്ളപ്പോ വലിയ ശുദ്ധിയുടെ കുളി തന്നെ കുളിക്കണം. അള്ളാഹു പഠിക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൃത്യമായി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നല്ലതുപോലെ കുളിച്ച് ശുദ്ധമായി അത്രക്ക് സുഗന്ധമൊക്കെ പൂശി കൃത്യമായി പള്ളിയിലേക്ക് കടന്നു വരിക. പുണ്യങ്ങൾ, ഒരുപാട് പുണ്യങ്ങൾ. നല്ല വസ്ത്രം ധരിക്കുക. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബത്തെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ചിലർക്കത് തമാശയാണ് സ്വഹാബ, ചിലർക്ക് തമാശയാണ്. തന്റെ കൂട്ടുകാരെ എല്ലാം ഒരുമിച്ച് കൂട്ടും. ആ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലെ മുകളിലേക്ക് വന്നിട്ട് ഒരു ഹൽക്കയായി അവിടെ ഇരുന്നിട്ട് ഖുത്ബ നടക്കട്ടെ, ജുമാ നടക്കട്ടെ, പ്രസംഗം നടക്കട്ടെ, ഇവിടെ എന്ത് നടക്കട്ടെ, 1ാമത്തെ റക്അത്താകട്ടെ, 2ാമത്തെ റക്അത്താകട്ടെ, പക്ഷേ അവിടുത്തെ സംസാരം നിർത്തത്തില്ല. ഇവിടെ പള്ളിക്ക് മുകളിൽ. ഞാൻ വേറെ എങ്ങും പറയുന്നതല്ല, നമ്മുടെ നാട്ടിലെ അവസ്ഥയെ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ചിലർക്ക് ജുമാ ദിവസം എന്ന് പറയുന്നത് തമാശയാണ്. ആ തമാശ അവർക്ക് ഒരു പക്ഷെ ലഭിച്ചേക്കാം സ്വഹാബ. രണ്ടാമത് റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, ചിലർക്ക് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അവർ ദുആ ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് സ്വഹാബ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ അല്ലാഹു അവന് ഉത്തരം നൽകുന്നുണ്ട്, ചിലപ്പോൾ ഉത്തരം നൽകുന്നില്ല സ്വഹാബ. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, ചിലർ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുന്നത്, പള്ളിയിലേക്ക് പരിശുദ്ധമായ ഇബാദത്തിന് വേണ്ടി കടന്നു വരുന്നത്, അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് സ്വഹാബത്തെ. അവർ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുൻപന്തിയിലായിരിക്കുന്നവരാണ് സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ആ മനുഷ്യനൊരു ജുമാ മുതൽ അടുത്ത ജുമാ ദിവസം വരെയുള്ള അതിനിടയിലുള്ള സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും സ്വഹാബത്തെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും പള്ളിയിലേക്ക് കടന്നു വരുന്നത്, ജുമാ നമസ്കാരത്തിന് വേണ്ടി കടന്നു വരുന്നത്, തമാശയ്ക്ക് വേണ്ടിയാണോ കടന്നു വരുന്നത്? കൂട്ടുകാരെ കാണുന്നതിന് വേണ്ടിയാണോ കടന്നു വരുന്നത്? സൊറ പറയുന്നതിന് വേണ്ടിയാണോ കടന്നു വരുന്നത്? അല്ലേ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ജുമാ ദിവസത്തിലേക്ക് നാം കടന്നു വരേണ്ടത് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാകണേ, അല്ലാഹുവിന്റെ പാപമോചനം ഉദ്ദേശിച്ചുകൊണ്ടാകണേ. പള്ളിയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ സംസാരിക്കരുത്. വിശിഷ്യ ഖുത്ബയുടെ സമയങ്ങളിൽ നിങ്ങൾ നിശബ്ദരായി ആ ഖുത്ബ നിങ്ങളെ ശ്രവിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പറഞ്ഞു തരുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം പാപം പൊറുക്കപ്പെട്ടവരായി നാം മാറിയിട്ടുണ്ട് ഒന്ന് ചിന്തിക്കണേ. എത്രയോ കാലങ്ങളായി, കൊല്ലങ്ങളായി ജുമാ നമസ്കരിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യം നമ്മുടെ ജുമായ്ക്കുണ്ട്. എത്രയോ കൊല്ലങ്ങളായി ജുമാ നമസ്കരിക്കുന്നുണ്ട്. ആ ജുമാ നമസ്കാരത്തിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമുക്ക് കാരണമായിട്ടുണ്ടോ?
ഒന്ന് ചിന്തിക്കേ. അല്ലാഹു തആല പാപം പൊറുക്കുന്ന കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ജുമുഅയ്ക്ക് കടന്നു വരുമ്പോ കൃത്യമായി ആ ഒരു നന്മയിലും ആ പാപമോചനം ലഭിക്കണമെന്ന ചിന്തയിലുമാകണം. അതിനെന്ത് ചെയ്യണം? മാർക്കറ്റിൽ പോകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണോ പള്ളിയിലേക്ക് വരേണ്ടത്? ജുമുഅയ്ക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം? നല്ല വസ്ത്രം ധരിക്കണം. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരണം. അത്തർഭൂഷണം, സുഗന്ധം പൂഷണം. മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ മറ്റ് കമ്പോളങ്ങളിലേക്കും പോകേണ്ട വസ്ത്രമല്ല പരിശുദ്ധമായ ജുമാ നമസ്കാരത്തിനു വേണ്ടി നാം ധരിക്കേണ്ടത്. നിങ്ങൾ പുതിയ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങളിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വസ്ത്രം, അതും വെള്ള വസ്ത്രമാണെങ്കിൽ അത് ഏറ്റവും ഉത്തമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാൽ, നിങ്ങൾ വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണേ. ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും, വസ്ത്രങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമമായ വസ്ത്രം ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് വെള്ള വസ്ത്രമാണ്. വകഫിനു ഫീഹാ മൗതാകും, അതിൽ നിങ്ങൾ മരണപ്പെട്ടവരെ അതിലാണ് നിങ്ങൾ കഫൻ ചെയ്യേണ്ടത്, വെള്ള തുണിയിലാണ് കഫൻ ചെയ്യേണ്ടത് എന്നും ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല വസ്ത്രം വെള്ളിയാഴ്ച ദിവസം ധരിക്കാൻ കഴിവുള്ളവർ, വീട്ടിൽ വെള്ള വസ്ത്രമുള്ളവർ അലക്കി നല്ല ശുദ്ധമാക്കി ആ ഒരു വെള്ളിയാഴ്ചയുടെ പവർണം പ്രതിഫലത്തിന് വേണ്ടി റബ്ബ് എന്നെ നോക്കുന്ന ദിവസമാണ്, റബ്ബ് മഗ്ഫിറത്തുമായി എന്നെ കാത്തിരിക്കുന്ന ദിവസമാണ്, ഞാൻ എന്റെ റബ്ബിനെ കാണുന്നതും റബ്ബെന്നെ കാണുന്നതും ഏറ്റവും പരിശുദ്ധമായ രീതിയിലായിരിക്കണം. ആ ഒരു നിയത്തോടു കൂടിയായിരിക്കണം കടന്നു വരേണ്ടത്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ വസ്ത്രം നിങ്ങൾ ധരിക്കണേ. വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ കണങ്കാലിന് താഴെ നിങ്ങളുടെ വസ്ത്രം താഴ്ന്നു കിടക്കരുതേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ ജറ സൗബഹു ഖുയലാ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വസ്ത്രം കണങ്കാലിന് താഴെ വലിച്ചഴിച്ച് നടന്നാൽ അവന് അല്ലാഹു തആല ലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു തആല നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അവൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇപ്പോഴും ഇങ്ങനെ ഉണർത്തി കൊടുക്കലല്ലോ, നമ്മുടെ ഒരു ബാധ്യതയാണ്, പുരുഷന്മാരുടെ ഒരു ബാധ്യതയാണ്. തന്റെ വസ്ത്രം പാൻസ് ധരിച്ചാലും അതുപോലെ മുണ്ട് ധരിച്ചാലും കണങ്കാലിന് താഴെ ഒരിക്കലും ധരിക്കരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആൾക്കാരോട് ആൾക്കാരിലേക്ക് അല്ലാഹു നോക്കുകയില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവുകയില്ല. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. ആദരവായി നബിയുനാ വഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കി, അവരെ അല്ലാഹു പരിശുദ്ധപ്പെടുത്തുകയില്ല. അങ്ങനെയുള്ള 3 വിഭാഗം ആൾക്കാർ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ അൽ മുസ്ബിലോ, ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയോ സ്വഹാബാ? അത് വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്ന മനുഷ്യന്മാരാണ്, മുണ്ട് വലിച്ചിഴച്ച് നടക്കുന്ന മനുഷ്യന്മാരാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ മാത്രമല്ല തന്റെ ജീവിതത്തിൽ മുഴുവനും നിങ്ങൾ വസ്ത്രം വലിച്ചിഴച്ചു നടക്കുന്നവരാകരുതേ. എല്ലാ സമയങ്ങളിലും കൃത്യത പാലിക്കണം. എന്നാ പിന്നെ തട്ടൊടുക്ക ഉസ്താദേ, അതും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പിന്നെ വസ്ത്രം വലിച്ചിഴച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത പണി എന്താ? പള്ളിയുടെ മുറ്റമാണെങ്കിലും പള്ളിയുടെ തിരുമുറ്റമാണെങ്കിലും ഹൗദിന്റെ സൈഡാണെങ്കിലും ഡോറാണെങ്കിലും വാതിലാണെങ്കിലും അത് എവിടെയാണെങ്കിലും പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് പഠിച്ചൊരു സംസ്കാരം നമുക്കുണ്ട് അല്ലേ? ആ സംസ്കാരം നമുക്കിനി ആര് പറഞ്ഞാലും മാറത്തില്ല. മുമ്പൊക്കെ ഞങ്ങളുടെ സുബൈക്കേശമുള്ള ക്ലാസ്സിൽ എത്രയോ പ്രാവശ്യം ആ വിഷയം പറഞ്ഞു. എന്നിട്ടും അന്ന് ചെയ്യുന്നവർ ഇന്നും അതേ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിലെ കാരാളിമുക്കിലെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, എനിക്ക് കാണാം, മോളിൽ നിൽക്കുമ്പോൾ എനിക്ക് കാണാം എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട്, കാണിക്ക വഞ്ചിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ ചെരുപ്പുകൾ, പാദരക്ഷകൾ അവർ അഴിച്ചു വെച്ചിട്ട് അവരെ കീശയിൽ നിന്നും പൈസ എടുത്തിട്ട് ആ വഞ്ചിയിലേക്കൊന്ന് തൊഴുതിട്ട് ഒരുപക്ഷെ അവിടെ സുജൂദ് ചെയ്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ പള്ളിയോട് ഹുർമത്ത് പാലിക്കുന്നത്. പക്ഷേ
എന്റെ പള്ളിയാണ് കാരാളിമുക്ക്, എനിക്ക് എഴുതി തന്നിട്ടുള്ളതാണ്, എന്റെ വാപ്പ നട്ട് നനച്ച് വളർത്തിയതാണ് എന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയുടെ അകത്തളങ്ങളിൽ കയറിയാൽ, പള്ളിയുടെ കാമ്പൗണ്ടിൽ കയറിയാൽ പോലും തടി താഴേക്ക് പിന്നെ മാറ്റിയിടാതെ അല്ലെങ്കിൽ അഴിച്ചിടാതെ കടന്നു വരുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറി. ആരുടെ ഭവനമാ പള്ളി? പള്ളി ആരുടെ ഭവനമാണ്? എന്റെ വാപ്പയുടെ പള്ളിയാണോ? നിങ്ങളുടെ വാപ്പമാരുടെ പള്ളിയാണോ? പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ്. നമ്മ ഒരു മുഖ്യമന്ത്രിയുടെ അടുക്കലേക്കോ ഒരു MLA യുടെ അടുക്കലേക്കോ കീഴെ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ അടുക്കലേക്കോ ഒന്ന് പോകുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയായിരിക്കും പോകുന്നത്? സാക്ഷാൽ ഒരു മെമ്പറിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ എങ്ങനെയായിരിക്കും പോകുന്നത്? എന്ത് ഭവ്യതയും എന്ത് ബഹുമാനവും ഉണ്ടായിരിക്കും അവിടെ നിങ്ങൾ പോകുമ്പോ. പക്ഷേ അള്ളാഹുവിന്റെ രാജാതിരാജനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ നിങ്ങളുടെ തട്ടുകൾ താഴെ അടിച്ചു മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പള്ളിയോടുള്ള ഹുർമത്ത് നിങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തട്ടടിച്ചു മാറ്റിയിട്ട് കണങ്കാലിന് താഴെ വസ്ത്രം ധരിക്കാൻ പറയുന്നില്ല. അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് രണ്ടും ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്ന്, കണങ്കാലിന് താഴെ വസ്ത്രം പോകാൻ പാടില്ല. മറ്റൊന്ന്, ഔറത്ത് വെളിവാകുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനും പാടില്ല. ഇസ്ലാം നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല കാര്യം പഠിക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന സദസ്സിൽ ഒരു മനുഷ്യൻ നമസ്കരിക്കുകയാണ്. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ നമസ്കാരം സാഗൂതം റസൂലുള്ളാഹി തങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ സലാം വീട്ടിയതിനു ശേഷം അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പോയി ഒന്നും കൂടി നമസ്കരിക്കൂ. ആ മനുഷ്യനെ റസൂലുള്ളാഹി പറഞ്ഞു വിട്ടു. വീണ്ടും ആ മനുഷ്യൻ വുളൂ ചെയ്തു തിരിച്ച് പള്ളിയിലേക്ക് കടന്നു വന്നു. വീണ്ടും നമസ്കരിച്ചു. വീണ്ടും വിളിച്ചു റസൂലുള്ളാഹി, ഇദ്ഹബ് വതവല്ല, നീ വുളൂ ചെയ്യൂ, നീ പോയി വുളൂ ചെയ്തു വീണ്ടും നിസ്കരിക്കൂ. 2-3 പ്രാവശ്യം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു. ആ മനുഷ്യൻ നമസ്കാരമെല്ലാം പൂർത്തിയാക്കിയിട്ട് റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ വുളൂവിന് എന്തു പറ്റി? എന്റെ നിസ്കാരത്തിന് എന്തു പറ്റി? റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും നോക്കി നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ വസ്ത്രം നിലത്ത് കിടന്ന് ഇഴയുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആ മനുഷ്യനെ വുളൂ ചെയ്ത് വീണ്ടും നമസ്കരിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തെന്നറിയോ? വസ്ത്രം കണങ്കാലിന് താഴെ വലിച്ചിഴച്ച് നടക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ആദരവായ നബി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ കണങ്കാലിന് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവരുടെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ അതുപോലെ ശ്രദ്ധിക്കുമ്പോൾ കൃത്യമായി വെള്ളിയാഴ്ച മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സംസ്കാരം ഉണ്ടാകണം. ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നമുക്കുണ്ടാകണം. ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ കൃത്യമായ ഒരു വേഷവിധാനം നമുക്കുണ്ടായി കൃത്യമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ആ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അല്ലാഹു അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.